നമ്മുടെ സ്വന്തം മജുവിന് നമ്മുടെ തറവാടിന്റെ ആദരവ് നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായ സംഗതിയല്ലത്. ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടുമുട്ടി. ചേച്ചിനെ ഞാൻ ഒരു ദിവസത്തിന് കൊണ്ടുവന്ന് ചേച്ചി നമ്മളെ കൂടെ സന്തോഷത്തോടെ കുറച്ച് ദിവസം നിന്ന്. പിന്നെ ആ ബന്ധം കുറച്ചു കാലം തുടർന്ന് പിന്നെ എന്തോ സാഹചര്യം കൊണ്ട് ആ ബന്ധം നിന്നുപോയി. പിന്നെ വീണ്ടും 4-5 മാസം മുന്നേറ്റാൻ തോന്നുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടാത്തപ്പം ചേച്ചിൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചപ്പോഴാണ് സംഗതികൾ അറിയുന്നത്. എടുത്തു വെച്ചൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് ഫ്രെയിം ചെയ്ത് ചേച്ചിൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാന്നുള്ള കരുതി വെച്ചതായിരുന്നു. അപ്പോഴാണ് ഇവൻ കോഴിക്കോട് വരുന്ന വിവരം അറിയുന്നത്. അച്ഛൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ എന്നോട് പറയുകയും അത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തതാണ്. അത് ഇത്തരത്തിലൊരു വൈറൽ വീഡിയോ ആവുമെന്ന് വിചാരിച്ചില്ല. കൂടുതലൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പിന്നെ നമ്മളെ തറവാട്ടിൽ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. കുറേ കുട്ടികളെ നേരത്തെ പറഞ്ഞ മാതിരി പുതിയ തലമുറനെ നമ്മൾക്ക് ആർക്കും കുട്ടികളെ അറിയുന്നില്ല. പിന്നെ മോന് പറഞ്ഞ മാതിരി ബന്ധങ്ങൾ നമ്മൾ കൂട്ടി പുതുക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞങ്ങളൊക്കെ കാലത്ത് മോന് പറഞ്ഞ മാതിരി കൂടാൻ പോകലൊരു എല്ലാ ഒരു ഒഴിവുള്ള ദിവസങ്ങളും കൂടാൻ പോകലുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ കുട്ടികളെ എടുത്തില്ല. എന്തിവിടെ നടന്നതെന്ന്? ഇന്ന് ഞങ്ങളെ കുടുംബസംഗമം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വല്യാപ്പന്റെ മക്കളാണോ? ഞങ്ങൾ വല്യാപ്പന്റെ പേരെന്താ? തറയിട്ട കാഞ്ഞിരത്തിങ്ങൽ ഉമ്മർ. വല്യമ്മന്റെ പേര് ആമിന. അവിടെ മഹജുവിന്റെ സ്ഥാനം എന്താ? ഞാൻ ആ തറവാട്ടിലെ മൂത്ത മകൻ മുഹമ്മദിന്റെ മൂത്ത മകളാണ്. എന്റെ താഴെയാണ് അവിടുത്തെ എല്ലാവരും ഉള്ളത്. അപ്പൊ ഇന്ന് വന്നതിൽ കാരണവത്തിയായിട്ടുള്ളത് നിങ്ങളാണിത് നടത്തിക്കൊണ്ടുവന്നൊക്കെ. അപ്പൊ അവിടെ എന്താ ഇപ്പൊ നടന്നത് കാര്യമായിട്ട്? ഞങ്ങളെ തറവാട്ടിലുണ്ടായിരുന്ന കുട്ടികൾക്കും ഒക്കെ ഉള്ള വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച കുട്ടികൾക്ക് ആദരവ് കൊടുക്കുക, അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കാര്യമായിട്ട് നടന്നത്. ആ കൂട്ടത്തിൽ മഹജുവിനെ ആദരിച്ചു. ആ കൂട്ടത്തിൽ അവർ ഒന്ന് ആദരിച്ച്. അത്രേ ഉള്ളൂ. ഒപ്പൻ്റെ അനിയന്മാര്, മക്കള്, പേരക്കുട്ടികൾ, അങ്ങനെ വലിയൊരു കുടുംബമാണ് ഞങ്ങൾ. എല്ലാ വർഷവും ഞങ്ങൾ ഇതേമാതിരത്തെ പ്രോഗ്രാം നടത്തലുണ്ട് കുട്ടികൾക്ക് പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ട്.